കാശ്മീരിലെ ബുഗ്ദാം പ്രദേശത്ത് ഭീകരരുമായുള്ള ഏറ്റുമുട്ടലിൽ സുരക്ഷാ സേന 2 ഭീകരരെ വധിച്ചു. ഏറ്റുമുട്ടലിൽ 4 ജവാന്മാർക്ക് പരിക്കേറ്റു. ബുദ്ഗാമിലെ സുറ്റ്സു ഗ്രാമത്തിൽ സുരക്ഷാ സേനയും ഭീകരരും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിലാണ് സുരക്ഷാ സേന 2 ഭീകരരെ വധിച്ചത്. സുരക്ഷാ സേനയുടെ വെടിയേറ്റ് മരിച്ചവർ ജെയ്ഷെ മുഹമ്മദ് ഭീകര സംഘടനയിൽപ്പെട്ടവരെന്നാണ് പ്രാഥമിക നിഗമനം. കഴിഞ്ഞ ദിവസം ഷോപ്പിയാനിലും 3 ഭീകരരെ സുരക്ഷാ സേന വധിച്ചിരുന്നു. ലഷ്കർ-ഇ-തോയ്ബ, ഹിസ്ബുൾ മുജാഹിദീൻ തുടങ്ങിയ സംഘടനയിൽപ്പെട്ടവരായിരുന്നു കൊല്ലപ്പെട്ട ഭീകരർ. കൂടാതെ ആനന്ദ്നാഗിൽ നിന്ന് ഒരു ഹിസ്ബുൾ മുജാഹിദീൻ ഭീകരനെ സുരക്ഷാ സേന അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. അതേസമയം സുരക്ഷാ സേനയും ഭീകരരും തമ്മിൽ ഏറ്റുമുട്ടൽ നടന്ന പ്രദേശത്ത് മറ്റ് 2 ഭീകരർ കൂടി ഒളിച്ചിരിക്കുന്നതായി സൈന്യത്തിന് റിപ്പോർട്ടുകൾ ലഭിച്ചിട്ടുണ്ട്. ഇതിനെ തുടർന്ന് ഭീകരരെ കണ്ടെത്താനായി പ്രദേശത്ത് തിരച്ചിൽ തുടരുകയാണ്. കഴിഞ്ഞ ദിവസവും ജമ്മു കാശ്മീരിൽ ഏറ്റുമുട്ടലിൽ 3 ഭീകരരെ സുരക്ഷാ സേന വധിച്ചിരുന്നു. സൗത്ത് കാശ്മീർ ജില്ലയിലെ കൊല്ലർ മേഖലയിൽ വ്യാഴാഴ്ച രാവിലെയാണ് ഏറ്റുമുട്ടൽ നടന്നത്. ഭീകരർ സൈന്യത്തിന് നേരെ വെടിയുതിർക്കുകയായിരുന്നു. പ്രദേശത്ത് ഭീകരർ തമ്പടിച്ചിട്ടുണ്ടെന്ന വിവരം ലഭിച്ചതിനെ തുടർന്നാണ് CRPF-ഉം സൈന്യവും പോലീസും ഭീകരർക്കായി സംയുക്തമായ തിരച്ചിൽ നടത്തിയത്. അതിനിടയിലാണ് ആക്രമണം നടന്നത്. എന്നാൽ കൊല്ലപ്പെട്ട ഭീകരരെ തിരിച്ചറിഞ്ഞിട്ടില്ല. ഇവരിൽ നിന്നും ആയുധങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ട്. അതേസമയം അതിർത്തിയിൽ സൈന്യം തിരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ്. ആഴ്ചകൾക്കുള്ളിൽ നടന്ന 3ാമത്തെ ഏറ്റുമുട്ടലാണിത്. കഴിഞ്ഞ വെള്ളിയാഴ്ച ഷോപ്പിയാനിലും ബന്ദിപ്പൂർ മേഖലയിലും 3 ഭീകരരെ സൈന്യം ഏറ്റുമുട്ടലിൽ വധിച്ചിരുന്നു. ഷോപ്പിയാൻ ജില്ലയിലെ ഇമാം ഷഹാബ് മേഖലയിലെ ഒരു വീട്ടിൽ ഭീകരർ ഒളിച്ചിരിപ്പുണ്ടെന്ന വിവരത്തെ തുടർന്നുള്ള പരിശോധനയ്ക്കിടെയാണ് ഏറ്റുമുട്ടലുണ്ടായത്. പുലർച്ചെ 4:30 ആരംഭിച്ച ഏറ്റുമുട്ടലിൽ സൈന്യം 2 ഭീകരരെ വധിച്ചു. അതേസമയം സോപ്പോറിൽ CRPF ജവാന്മാർക്ക് നേരെ 2 തവണയായി ഉണ്ടായ ഗ്രനേഡ് ആക്രമണത്തിൽ ഒരു സൈനികനും ജമ്മു കാശ്മീരിൽ നിന്നുള്ള 2 പോലീസ് ഉദ്യോഗസ്ഥർക്കും പരിക്കേറ്റു. ഇതിൽ ഇമാം സാഹിബ് എന്ന ഭീകരനും ഉൾപ്പെടുന്നു. ബന്ദിപ്പോറിൽ ഭീകരർ ബന്ദിയാക്കിയിരുന്ന 11കാരനും ആ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. ജമ്മു കാശ്മീരിലെ ഷോപ്പിയാനിൽ ഭീകരർ പ്രദേശവാസിയായ യുവാവിനെ കൊലപ്പെടുത്തിയിരുന്നു. 24 വയസ്സുള്ള ബംനിപ്പോര സ്വദേശി തൻവീർ അഹമ്മദാണ് കൊല്ലപ്പെട്ടതെന്ന് പോലീസ് അറിയിച്ചു. തൻവീറിന്റെ മൃതശരീരം ജമ്മു കാശ്മീരിലെ കശ്തുരെ മേഖലയിൽ നിന്നാണ് കണ്ടെടുത്തത്. പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരുന്നു. ഭീകരരുടെ സാന്നിധ്യം കണക്കിലെടുത്ത് പ്രദേശത്ത് കൂടുതൽ പോലീസിനെ വിന്യസിച്ചിരിക്കുകയാണ്. സോപ്പാറിൽ CRPF ജവാന്മാർക്ക് നേരെ ഭീകരർ കഴിഞ്ഞയാഴ്ച ഗ്രനേഡ് ആക്രമണവും നടത്തിയിരുന്നു. 2 തവണയായി നടന്ന ആക്രമണത്തിൽ ഒരു സൈനികനും 2 പോലീസുകാർക്കും പരിക്കേറ്റിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.